ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോ നമ്മുടെ ഇന്ന് ഫാമിലി ആയിട്ടാണ് വന്നേക്കുന്നത്. വേറെ ഒന്നല്ല, നമ്മളൊരു കുഞ്ഞി ചലഞ്ചിങ് വീഡിയോ ആണ് ഇന്ന് ഉദ്ദേശിച്ചേക്കുന്നത്. അതായത് ചുമ്മാ നിന്ന് എന്നെ വെറുതെ കയറി വെല്ലുവിളിച്ചതാണ്. ഞാൻ കേക്ക് ഉണ്ടാക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞോണ്ട്. അപ്പൊ ഇത് ഉണ്ടാക്കണ എന്റെ വിഷമം എന്താണെന്നും അത് എത്രത്തോളം എഫേർട്ട് എടുത്തിട്ടാണ് ഈ ഒരു സംഭവം കേക്കായിട്ട് എടുക്കണേന്നുള്ളതും ഉണ്ടാക്കാൻ നമുക്കറിയായിരിക്കും. അപ്പൊ ഈ കണ്ടു നിൽക്കുന്നവർക്ക് നല്ല എളുപ്പമായിട്ടായിരിക്കും തോന്നണത്. അപ്പൊ ഞാൻ പറഞ്ഞു, അത്രക്ക് വിഷമമുള്ള ആൾക്കാരാണെങ്കിൽ തന്നെ ഉണ്ടാക്കിക്കോ എന്ന് പറഞ്ഞാൽ എന്താ ഇത്രയും സാധനങ്ങളൊക്കെ കൂടി സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വേറെ സംഭവമൊന്നുമില്ല ഇതില്. ഇപ്പൊ ഈ കേക്ക് ഉണ്ടാക്കാൻ ഇപ്പൊ ലോക്ക്ഡൌൺ വരുമ്പോഴാണ് നമുക്ക് സമയം കിട്ടുള്ളൂ. ഇപ്പൊ ജിബിന പറയണത്, ജിബിനാക്ക് ഞാൻ പറഞ്ഞു ഞാനൊരു കേക്ക് ഉണ്ടാക്കാന്ന് പറഞ്ഞു. അപ്പോൾ എന്തേ സംഭവിക്കില്ല, അപ്പൊ നമ്മൾ വിട്ടുകൊടുക്കാൻ പാടില്ല. അപ്പൊ അങ്ങനെ നമ്മൾ കേക്ക് ഉണ്ടാക്കാം എന്നൊരു ചലഞ്ച് നമ്മൾ ഏറ്റെടുത്തിരിക്കുകയാണ്. അപ്പൊ നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് എന്തായാലും വേണം. നമ്മൾ രണ്ടും കൽപ്പിച്ചു, ഇത് ശരിയാവൂല എന്നൊന്നും ഒരു പിടുത്തമില്ല. അപ്പൊ അങ്ങോട്ട് ചെയ്യാം. ഐറ്റംസ് ഒക്കെ ഉണ്ട് ഇവിടെ, അത് നമുക്ക് കാണാം. ശരിയാവോ ഇല്ലെന്നുള്ളത് നമുക്ക് കാണാം. അപ്പൊ എനിക്ക് വേണ്ടത് നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ടാണ്. ഞാൻ കേക്ക് ഉണ്ടാക്കാം എന്നുള്ള ഞാൻ ഉണ്ടാക്കിക്കോളാം. ഞാൻ ചലഞ്ച് ഞാൻ ഏറ്റെടുത്തിരിക്കുകയാണ്. അപ്പൊ എന്തായാലും ഇല്ല റെസിപ്പി നോക്കൊന്നുമില്ല. പക്ഷെ എനിക്ക് അറിയാവുന്ന രീതിയിൽ ഞാൻ കാച്ചു. അപ്പൊ അത് നിങ്ങളെല്ലാരും സപ്പോർട്ട് ഉണ്ടാവണം എന്തായാലും. അപ്പൊ നമുക്ക് ആ വീഡിയോയിലേക്ക് പോകാം. ഓക്കെ അല്ല എല്ലാവരും? അപ്പൊ ഫ്രണ്ട്സ്, നമുക്ക് കേക്ക് ഉണ്ടാക്കി തുടങ്ങാം. അപ്പൊ അതിന് എന്റെ കയ്യിൽ കിട്ടിയ എല്ലാ സാധനങ്ങളും എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതില് മിക്ക സാധനം ഉണ്ടെന്നാണ് എന്റെ വിശ്വാസം. ഞാൻ കേക്ക് ഉണ്ടാക്കണമെങ്കിലും നമ്മൾ വീഡിയോ എടുക്കുമ്പോഴാണെങ്കിലും ജിബിനോട് ഉണ്ടാക്കുമ്പോഴാണെങ്കിലും കണ്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. കേക്കിന് ഇത് പേരൊന്നുമില്ല, അത് ഇന്ന കേൾക്കുന്നൊന്നുമില്ല. ഉണ്ടാക്കി വരുമ്പോൾ നല്ല സൂപ്പർ സാധനമായിരിക്കും. നമുക്ക് ഇതിലേക്ക് ആദ്യമായിട്ട് കുറച്ച് മൈദ എടുക്കണം. മൈദ ഒരു 1/2 കപ്പ് എടുക്കാം. പിന്നെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ അടുത്തായിട്ട് നമുക്ക് ഇതിലേക്ക് ബേക്കിംഗ് പൗഡർ ആണ്. ഈ ബേക്കിംഗ് പൗഡർ നമുക്ക് 3/4 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. 3/4 ടീസ്പൂൺ എന്ന് പറയുമ്പോൾ ഇതിപ്പോൾ 2 ഇതായിട്ടായിരിക്കണേ, അല്ലെങ്കിൽ 2 എണ്ണമായിട്ട് ഇടാൻ പറ്റുള്ളൂ. ഇതിപ്പോൾ 1/2 ടീസ്പൂൺ ഉണ്ട്. 1/2 ടീസ്പൂൺ കൊടുക്കാം. അപ്പോൾ 3/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഒരു നുള്ളു ഉപ്പാണ്. ഈ ഉപ്പും ഇട്ട് കൊടുക്കാം. ഇത്രയും ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് പിന്നെ വേണ്ടത് നമുക്ക് ഈ ബലൂൺ ബിസ്ക് എടുത്തിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്യുന്നത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചില്ലറ മിക്സിങ് അല്ല കേട്ടോ, അങ്ങോട്ട് നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്യണം. മിക്സ് ചെയ്യാതെ കുറച്ച് പുറത്തേക്കൊക്കെ പോകണമെന്ന് പറയാം. അതൊന്നും വിഷയമല്ല. അവസാനം കേക്ക് താന്നു പോകുള്ളൂ. ഈ കേക്ക് താന്നു പോകില്ല കേട്ടോ, അത് വേറൊരു കാര്യമാണ്. ഒരിക്കലും താന്നു പോകില്ല, അത് എന്റെ ഗ്യാരണ്ടിയാണ്. താന്നു പോയി കഴിഞ്ഞാൽ താന്നു പോകില്ല. നമുക്ക് അത്രയും എക്സ്പീരിയൻസ് കണ്ടുള്ള എക്സ്പീരിയൻസോളാണ്. അത് നമ്മളിത് മൊത്തം അരിച്ചെടുത്തിട്ടുണ്ട്. ഇതിലൊരു തരി, ലാസ്റ്റ് ഒരു തരി ഇടില്ല. ഇതൊക്കെ നിങ്ങൾ വലിയ എല്ലാ കേക്ക് ഉണ്ടാക്കുന്ന ഭയങ്കര വലിയ സെറ്റപ്പ് ആൾക്കാരൊക്കെ ആയിരിക്കും ഇപ്പൊ ഈ കാണുന്നത്. നമ്മള് ഒരു ചലഞ്ച് ഏറ്റെടുത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ഈ തരി നമുക്ക് വീട്ടിൽ കോഴി ഉണ്ടെങ്കിൽ കോഴിക്കോട് എടുക്കാം. അല്ലാണ്ട് വേറെ ഒന്നും എടുക്കാൻ എനിക്ക് പറ്റുന്ന എനിക്ക് തോന്നല. അപ്പൊ നമുക്ക് ഈ അരിച്ചു വെച്ചാൽ മൈദ ഉണ്ടല്ലോ, അതാണ് മാറ്റി വെക്കാം. അത് മാറ്റി വെച്ചിട്ട് പിന്നെ നമുക്ക് ഇതിലേക്ക് ഇടുന്നത് 2 മുട്ടയാണ്. ഈ മുട്ട 2 പൊട്ടിച്ച് വെച്ചിട്ട് നല്ലോണം ബീറ്റ് ചെയ്യണം. ആ ബീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് കുറച്ച് സാധനം ഇടാൻ ഞാൻ പറഞ്ഞുതരാം. മുട്ട പോയല്ലേ, മുട്ട വെച്ചിട്ട് ഒരു മുട്ട പൊട്ടിച്ചു വെച്ചു. രണ്ടാമത്തെ മുട്ടയും കൂടി പൊട്ടിച്ചു വയ്ക്കാം. എനിക്ക് കേക്ക് ഉണ്ടാക്കുമ്പോൾ ഇഷ്ടമല്ലാത്ത പരിപാടി ഇത്. എന്നിട്ട് എന്താ കാര്യം, നമുക്കിത് ബീറ്റ് ചെയ്തെടുക്കാം. അത് നിലത്ത് വെച്ചോ. നമ്മൾ ബെഗ് കുറച്ച് ബീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വാനില എസൻസ് കുറച്ച് ഒഴിച്ചു കൊടുക്കാം. ഇതെന്തോരം ഒഴിച്ചു കൊടുക്കണം? ഒരു കണക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1/2 ടീസ്പൂൺ ആണ് വേണ്ടത്. അപ്പൊ ഇതില് കുറച്ചൊരു കണക്കാക്കി ഒഴിച്ചു കൊടുക്കാം. വെൽ എക്സ്പേർട്ട് ആയതുകൊണ്ട് നമുക്ക് ഇത് കണ്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ട്. നീ പറഞ്ഞതില്ല
ഇതിട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് വീണ്ടും ബീറ്റ് ചെയ്യാം. എസൻസ് വെച്ച് കൊടുത്തു. പിന്നെ ഇതിലേക്ക് ഇടേണ്ടത് നമ്മൾ പൊടിച്ചു വെച്ച പഞ്ചസാരയാണ്. ഇതിപ്പോ ക്രീം ചീസിന്റെ പാക്കാണെങ്കിലും ഇതിൽ ഇട്ടിരിക്കുന്നത് നമ്മുടെ പഞ്ചസാരയാണ്, ഷുഗർ പൗഡർ. അപ്പൊ അത് ഇട്ട് കൊടുത്ത് നമുക്ക് മിക്സ് ചെയ്യാം. ഫുള്ളായിട്ട് ഇട്ട് കൊടുത്തോ? ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കാൻ വേണ്ടി ഇരുന്നേ. നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കാം. ബീറ്റ് ചെയ്തതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ ഓയിൽ വെച്ച് കൊടുക്കും. ഓയിലൊക്കെ കറക്റ്റ് അളവായിരിക്കും കേട്ടോ. കറക്റ്റ് ആയിട്ടുണ്ട്. കറക്റ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പോ ഒന്നുകൂടി അയച്ചു കൊടുക്കാം. കുറച്ച് ചോദിച്ചു കൊടുക്കാം. അതിൻ്റെ ഉള്ളിലോട്ട് വീണു പോണു. ഒന്നും കുഴപ്പമൊന്നുമില്ല. കറക്റ്റ് കേക്കായിരിക്കും. ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഒന്നും അറിയില്ലെങ്കിൽ എന്താ അഹങ്കാരം. പിന്നെ ഇത് നമ്മളിപ്പോ ബീറ്റ് ചെയ്യാത്ത ഒന്നിലിട്ടാട്ട് ബീറ്റ് ചെയ്യാവുള്ളൂ. അപ്പൊ നമ്മൾ ഇത്ര ബീറ്റ് ചെയ്ത് വെച്ചു. ഇനി ഇതിലേക്ക് നമ്മുടെ നല്ല നാടൻ തൈര് 2 ടേബിൾ സ്പൂൺ അളന്ന് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഇതിലേക്ക് കുറച്ചിട്ട് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മൾ ഈ മിക്സ് ചെയ്ത് വെച്ചാൽ ഈ മൈദയും കുറച്ചിട്ടിട്ട് കുറച്ച് മിക്സ് ചെയ്ത് കൊടുക്കാം. ഫോൾഡിങ് മെത്തേഡൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്ക്. ഫോൾഡിങ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഇതിന് ഇന്ന ഫോൾഡിങ് മെത്തേഡ് ഒന്നുമില്ല. ഇത് നമ്മുടെ ഫോൾഡിങ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ വെറൈറ്റി ഫോൾഡിങ് മെത്തേഡ് ആയിരിക്കും. ഇത്ര സ്പീഡിനൊന്നും കാണിക്കാൻ പാടില്ല കേട്ടോ. വളരെ പതിയെ കാണിക്കാവുള്ളൂ. കുഴപ്പമൊന്നുമില്ല. കുറച്ച് തൈര് വെച്ച് കൊടുക്കാം. ഇതിന്റെ മെയിൻ ആയിട്ടുള്ള സംഭവം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മിക്സിംഗ് ആണ്. കേക്ക് ഉണ്ടാക്കുമ്പോൾ എത്രയും പെട്ടെന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ മിക്സിംഗ് ആണ്. മിക്സിംഗ് ആണ് ഇതിന്റെ മെയിൻ സംഭവം തന്നെ. ഇതിപ്പോൾ ഈ കേക്ക് ഉണ്ടാക്കി കഴിയുമ്പോൾ നോക്കിക്കോട്ടെ, ഭയങ്കര പെർഫെക്ഷൻ ആയിരിക്കും. നമുക്ക് ബാക്കിയുള്ള മൈദയും ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മൾ മൊത്തം നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനവിടെ ബട്ടർ പേപ്പർ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് മാറ്റി വയ്ക്കാം. എന്നിട്ട് നമുക്ക് ഈ ബട്ടർ പേപ്പർ കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് മോൾഡ് റെഡി ചെയ്യാം. കുറച്ച് റൗണ്ട് കറക്റ്റ് അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. കുഴപ്പമൊന്നുമില്ല. ആ ബട്ടർ പേപ്പറിന്റെ ഷേപ്പിലാണ് വരുള്ളൂ കേക്ക്. അങ്ങനെയൊന്നുമില്ല. അതൊക്കെ കറക്റ്റായിട്ട് വരും. പേപ്പറിന്റെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ മോൾഡിലേക്ക് ഒരു 6 ഇഞ്ചിന്റെ മോൾഡൊക്കെ എടുത്തേക്കണം. ഈ 6 ഇഞ്ച് മോൾഡിലേക്ക് സ്വല്പം ഓയിലാണ് ഒഴിക്കാം. ഓയിൽ ഒഴിച്ചിട്ട് മൊത്തം അങ്ങോട്ട് സ്പ്രെഡ് ചെയ്ത് വെക്കാം. സ്പ്രെഡ് ചെയ്യുമ്പോൾ ഈ സൈഡിലും കൂടി സ്പ്രെഡ് ചെയ്യണം കേട്ടോ. ഈ സൈഡ് കണ്ടീഷനായിട്ട് സ്പ്രെഡ് ചെയ്യണം. ഈ പേപ്പർ ഇതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. എന്നിട്ട് കുറച്ച് മൈദ ഈ സൈഡിൽ ഒന്നുകൂടെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. വിട്ടിടാൻ വേണ്ടിയാണ്. അപ്പോൾ നമ്മൾ മോൾഡ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മോൾഡിലേക്ക് നമ്മൾ ഈ മിക്സ് ചെയ്ത് വെച്ച സാധനം നമ്മുടെ ബാറ്റർ ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഫുൾ മിക്സ് ആയിട്ടില്ലെങ്കിൽ ഇതിനകത്ത് ഇപ്പൊ കാണാനായിട്ട് പറ്റും കട്ടകൾ. മിക്സ് ആയിട്ടുണ്ട്. മോന്റെ മിക്സിങ് കണ്ടപ്പോൾ തന്നെ എനിക്കറിയാം എല്ലാം മിക്സ് ആയിട്ടുണ്ടാവും. ഇനി പൊങ്ങി വരുമല്ലോ നോക്കി കാണും. പൊങ്ങി വരും. നല്ല കറക്റ്റ് മെഷർമെന്റാണ് നമ്മൾ എടുത്തേക്കണേ. അപ്പൊ ഇതാണ് സാധനം. നമ്മുടെ ബാറ്റർ നമ്മുടെ മോൾഡിലേക്ക് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. വേറെ കുഴികളോ അല്ലെങ്കിൽ വേറെ ബബിൾസോ കാര്യങ്ങളൊന്നും വരാണ്ടിരിക്കാൻ ടാപ്പ് ചെയ്തിട്ടുണ്ട്. ഈ സാധനം അനങ്ങാണ്ട് നമുക്ക് ഓവനിലേക്ക് വെച്ച് കൊടുക്കാം. ടെമ്പറേച്ചറും ഇത് എങ്ങനെയൊക്കെയാന്നുള്ളത് എനിക്കറിയാം. നമ്മള് ഈ കിച്ചണിലേക്ക് കയറാറില്ല. അതായത് നമുക്കിത് ഇങ്ങനെയാണെന്ന് അറിയാൻ പാടില്ല. അതായത് പുള്ളിക്കാരത്തിയാണ് ഇതൊക്കെ സെറ്റ് ചെയ്തത്. നമുക്കിത് തുറന്നിട്ട് ഇപ്പൊ ടെമ്പറേച്ചറൊക്കെ ഓക്കെ ആയെന്നാണ് പറഞ്ഞത്. നമുക്ക് വച്ചു കൊടുക്കാം.
മതി മതി മതി. അപ്പൊ നമ്മള് ഓവനിലൊക്കെ വെച്ച് എല്ലാം സെറ്റ് ആണ്. 20 മിനിറ്റ് 25 മിനിറ്റ് ആയപ്പോ എല്ലാം സെറ്റ് ആയിട്ടുണ്ട്. ഒക്കെ ഓക്കെയാണ്. ഇത് ചെറുതായിട്ട് സെന്ററിൽ ചെറിയൊരു കുഴി പോലെ വന്നിട്ടുണ്ട്. അതിപ്പോ നമ്മളിപ്പോ പറഞ്ഞിട്ട് കാര്യമില്ല, അത് പകുതിയായി പോയി. ഓവറായിട്ടൊന്നുമില്ല കേട്ടോ, ചെറിയൊരു കുഴിയുള്ളൂ. നോക്കി കാണിച്ചു കൊടുക്കാൻ ചെറിയൊരു കുഴൽ കിണർ അത്രേ ഉള്ളൂ. ചെറിയൊരു കുഴിയുള്ളൂ, വേറെ പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ ചെറിയൊരു കുഴിയൊക്കെ വരും, അത് കേക്കായി പറഞ്ഞേക്കണാണ്. അപ്പൊ നമുക്ക് ഇത് ചൂടാറും. ഈ ചൂടാറി കഴിഞ്ഞിട്ട് നമുക്ക് ഇത് എടുത്ത് പുറത്തേക്ക് എടുത്തിട്ട് നമുക്ക് ലെയർ ചെയ്തിട്ട് ഐസിങ് ചെയ്യാം. ഓക്കെ. അപ്പൊ ഫ്രണ്ട്സ്, നമ്മളിത് ഈ സംഭവം ചൂടാറിയിട്ടുണ്ട്. അപ്പൊ നമുക്കിത് ലെയർ ചെയ്യാനായിട്ട് ഇതിന്റെ ഇത് അകത്തുനിന്ന് പൊളിച്ചെടുക്കാം. ഡീമോൾഡ് ചെയ്യാം. ഡീമോൾഡ് ചെയ്യാം. നമുക്ക് അങ്ങനെ വലിയ നമുക്കിത് ഓരോ ഇരിക്കൂല. ഷോഫ് ഉണ്ടോ എടുത്തോ. ഇതാണ് നമ്മുടെ കേക്കിന്റെ സ്പഞ്ച് ഇപ്പൊ റെഡിയായി കിട്ടിയിട്ടുണ്ട്. എന്താ സെറ്റപ്പ് നോക്കി. ഇതാണ് നമ്മൾ ഉണ്ടാക്കിയ കേക്ക്. ഇത് നമുക്ക് ലെയർ ചെയ്യാം. ചെറിയ 1 2 3 പീസാക്കി ലെയർ ചെയ്യാം. അപ്പൊ നമ്മള് ലെയർ ചെയ്യാൻ വേണ്ടി വേറെ കത്തിയാണ് ഉപയോഗിക്കണേ. ഇത് നമുക്ക് 3 ഇതായിട്ട് ലെയർ ചെയ്തെടുക്കാം. പതിയെ ലെയർ കയറി ഇറങ്ങി പോവും. അപ്പൊ നമ്മള് ഇത് പീസ് കട്ട് ചെയ്തിട്ടുണ്ട്. ഇത് ചെറിയ രീതിയിലൊക്കെ ഒന്ന് പൊടിഞ്ഞു പോയാലും തോന്നുന്നുണ്ട്. വേഗം എടുത്തോ ശരി, ഇപ്പൊ പൊടിയും. സ്ലോ മോഷൻ കാണിച്ചിട്ട് പൊടിഞ്ഞു. ഇതെടുത്ത് വെച്ചു. അതുപോലെ നമുക്ക് ഈ 2 സൈഡ് കട്ട് ചെയ്തെടുക്കാം. അപ്പൊ നമുക്ക് ഇനി അടുത്ത ഇതിലേക്ക് ഐസിങ് ചെയ്യാനായിട്ട് നമ്മൾ ക്രീം എടുക്കാം. ഫിയോണയുടെ ക്രീമാണ് നമ്മൾ എടുത്തേക്കണേ. ക്രീം നമുക്ക് പുതിയ ക്രീമാണല്ലോ. ഞാൻ എന്നെ ഇത് ചലഞ്ച് ചെയ്താൽ ഞാൻ പുത്തൻ ക്രീം ഇപ്പൊ വാങ്ങിച്ചു എന്നാണ്. ക്രീം പുതിയതാണോ പഴയതാണോ എന്നുള്ളതിലല്ല കാര്യം. അതൊന്നും കാര്യമില്ല, പക്ഷെ ഞാൻ പറഞ്ഞതാണ്. കുറച്ച് ക്രീം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ക്രീം നമ്മൾ അങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പൊ നമ്മള് ക്രീം നമുക്ക് ബീറ്റ് ചെയ്യണം. അതിനായിട്ട് നമ്മള് കുറച്ച് പഞ്ചസാര പൊടിച്ചു വെച്ചിട്ടുണ്ട്. ഇതിന്റെ വീഡിയോ എടുത്തുള്ള ഞാൻ സ്വന്തം പൊടിച്ചാണ്. സ്വന്തം പിടിച്ച് ഞാൻ സ്വന്തം പൊടിച്ചാണ്. അതിന്റെ ഞാനാണ്ട് പൊടിച്ചത്. സത്യമായിട്ട് ഞാനത് പിടിച്ചത്. കുറച്ച് ഇട്ട് നമുക്ക് ബീറ്റ് ചെയ്യാം. കുറച്ച് പഞ്ചസാര കൊടുത്തിട്ടുണ്ട്. അത് ആദ്യം പറയാൻ വന്ന മൈദയാണെന്നാണ്. കുറച്ച് അത് നല്ല രീതിയിൽ സ്റ്റിഫായി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഇനി ഐസിങ്ങോട് തുടങ്ങാം. അപ്പൊ നമ്മള് ഇതിന്റെ ഐസിങ് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പൊ ഇത് നമ്മൾ എടുത്തു വെച്ചേക്കുന്ന ഷുഗർ സിറപ്പാണ്, പഞ്ചസാര വെള്ളം. അത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ എടുത്തു വെച്ച ക്രീം തേച്ചു കൊടുക്കാം. സ്റ്റിഫായ ചെറിയ സ്റ്റിഫ് ഹ്യൂമിഡിറ്റി കൂടിയിട്ടോ. നല്ല തന്നെ ക്രീം വെച്ച് കൊടുക്കാം. ഇത് നമുക്ക് ഇതിന്റെ സെക്കൻഡ് ലെയർ ഇട്ട് കൊടുക്കാം. ഷുഗർ സിറപ്പ് വെച്ച് കൊടുക്കാം. ഷുഗർ സിറപ്പ് ഒഴിക്കാൻ മറന്നു പോയിട്ടോ. ഷുഗർ സിറപ്പ് നമ്മൾ നല്ല രീതിയിലാണ് ഒഴിച്ചു കൊടുക്കുക. എന്നാലും നമ്മൾ കേക്ക് സോഫ്റ്റ് ആവണം. ഞാൻ ഫസ്റ്റ് ടൈം കേക്ക് ഉണ്ടായിക്കൊണ്ടിരുന്നപ്പോ ഷുഗർ സിറപ്പ് എപ്പോഴും ഒഴിക്കാണ്ട് മറന്നു ഫസ്റ്റ് ടൈം. ഞാനായിരുന്നു എപ്പോഴും ഓർമ്മിപ്പിക്കല്. അതോ നമുക്ക് ഇതിലേക്ക് ക്രീം വെച്ചു കൊടുക്കാം. ക്രീമൊന്നും അങ്ങനെയല്ല എടുക്കാം. നമുക്കിതിൽ എക്സ്പീരിയൻസ് കൂടുതലുള്ളതുകൊണ്ട് ഇത്രയും പെർഫെക്ഷൻ ആയിട്ടിരിക്കണം. തെറ്റിയിരിക്കരുത്.
ഓവറായിട്ട് കൊളാക്കണം. കണ്ടീഷനായിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുക്കാം. അതിൽ നിന്ന് വടിച്ചെടുക്കലല്ല കണ്ടീഷൻ മതി. ഉണ്ടോ ഇപ്പൊ കറക്റ്റ് റൗണ്ട് ആയിട്ട് ഒന്നുണ്ടോ? ഇതാണ് നമ്മള് പെർഫെക്ഷൻ എന്ന് പറഞ്ഞത്. എനിക്ക് ഫൈനൽ ഇനി നമ്മുടെ ഫൈനൽ കേക്കിന്റെ പീസ് അത് വെച്ചു കൊടുക്കാണ്. അത് വെച്ചു കൊടുത്തു. ഇനി നമുക്ക് ഇതിന്റെ മുകളിലും നേരത്തെ പറഞ്ഞ പോലെ ഷുഗർ സിറപ്പ് നല്ല രീതിയിലാണ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതിന്റെ ടോപ്പില് നമ്മളും വീണ്ടും ക്രീം വെച്ചു കൊടുക്കാം. ഇതൊന്ന് ഈ ക്രീം മുകളിൽ തേങ്ങാക്കാൻ മുമ്പ് ഇവിടെ ഒന്ന് ലെവൽ കൊടുക്കണ്ടോ? ഈ കേക്ക് ലെവലാവൂല. അല്ലെങ്കിൽ ലെവലാവൂല. അല്ലെങ്കിൽ ലെവലാക്കി ഞാൻ കാണിച്ചുതരാം. ലെവൽ ചെയ്ത് എന്നിട്ട് ഇതിന്റെ മുകളിൽ വെക്കണ ആ ക്രീം ഫുള്ളായിട്ട് ഇട്ട് കൊടുത്തോ. ക്രീം ഒന്ന് പരത്തി കൊടുക്കാം. കേക്ക് ഈ കേക്കിന്റെ മുകളിൽ ഈ ബാക്കിയുള്ള ക്രീം മൊത്തം ആയിട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ട് ഇത് മൊത്തം നമുക്ക് ക്രം കോട്ട് ചെയ്തെടുക്കാം. ക്രം കോട്ടല്ല, ഫുൾ ഫിനിഷ് ചെയ്ത്. ഫുൾ ഫിനിഷ് ചെയ്താൽ തന്നെ ഫുൾ ഫിനിഷ് ചെയ്തെടുക്കാം. ചിറ്റിക്ക് ഞാൻ വലിയ ഷോ ഓഫ് കാണിക്കില്ല അതേപോലെ. അതൊക്കെ ഞാൻ ചിറ്റിച്ചോളാം. അതിങ്ങനെ ചിറ്റിങ്ങോളാം. ഇങ്ങനെ ചിറ്റിച്ച് തരാം. ഉണ്ടോ? കണ്ട് ഉണ്ടോ? കറക്റ്റ് ആയിട്ടാണ് പറ്റുള്ളേ. ഇങ്ങനെ എല്ലാം കറക്റ്റ് ആയിട്ട് കാണാം. സ്ക്രൈപ്പർ യൂസ് ചെയ്യണോ? ഇവിടെ പോയിട്ടുണ്ട്. അവിടെ അല്ല, കറക്റ്റ് എല്ലാ സൈഡത്തേക്കും ലെവൽ കൊടുക്കുക. ലെവലായി വരുന്നുണ്ട്. ഈ ലെവലിംഗ് നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്. തന്നെയാണ് കേക്ക് ഫോൾഡ് ചെയ്തപ്പോ ബാറ്റർ ഫോൾഡ് ചെയ്തപ്പോ പറഞ്ഞത്. ഇപ്പൊ നമുക്ക് ഈ ബാക്കി വന്ന ക്രീം ഉണ്ടല്ലോ, ഇത് ഇങ്ങനെ തേച്ചു കൊടുക്കാം. ഈ സൈഡൊക്കെ ഉണ്ടോ ഇങ്ങനെ ലെവൽ ആവാത്ത ഭാഗത്ത് നമുക്ക് ഇട്ട് കൊടുക്കാം. കൂടുതൽ വേണ്ടി പറഞ്ഞാൽ ആ ക്രീം ലൂസായി പോകും. കുഴപ്പമൊന്നും ലൂസായി പോകുന്നില്ല. ഇനി നമുക്ക് ഈ സ്ക്രൈപ്പർ എടുത്തിട്ട് ഇത് എങ്ങനെ പിടിക്കാം. ഇങ്ങനെ പിടിച്ചിട്ട് ഇതെങ്ങനെ ചെയ്ത് കൊടുക്കാം. ടേൺ ചെയ്യും. വളരെ സ്ലോവിലാണ് സ്ക്രൈപ്പർ പിടിക്കാവുള്ളൂ. ഇങ്ങനെ ചെയ്ത് കൊടുക്കുക. നമുക്ക് ഈ സ്ക്രൈപ്പറിനെ വെച്ച് ഒന്നുകൂടി പതുക്കെ ലെവൽ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കേക്ക് ഇത്ര റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഈ ഡിസൈൻ ചെയ്യാൻ പാകുന്ന സാധനം എടുത്തിട്ട് സൈഡിൽ ഇങ്ങനെ പിടിക്കാം. എന്നിട്ട് ഇത് ഇങ്ങനെ കറക്കി വയ്ക്കുക. ഒറ്റ കറക്ക്. ആ കറക്കിൽ അടിപൊളി ഡിസൈൻ വന്നുണ്ടാവും. അപ്പോൾ ഈ ഡിസൈൻ ഇത്ര ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് നമുക്ക് ഫ്രിഡ്ജിൽ കയറ്റി വയ്ക്കണം. എന്നിട്ട് നമുക്ക് ഗണാഷ് വയ്ക്കാം. കയറ്റി വെച്ചിട്ട് അതിനുശേഷം നമുക്ക് ഇതിന്റെ പുറത്തേക്ക് ഗണാഷ് ഒഴിക്കണം. ഗണാഷ് ഒഴിച്ചാലാണ് നമുക്ക് ഇതിന്റെ യഥാർത്ഥ ഭംഗി വരുള്ളൂ കേക്കിന്റെ. അപ്പൊ നമുക്ക് ഇത് ഫ്രിഡ്ജിൽ കയറ്റി വയ്ക്കാം. എന്നിട്ട് ഗണാഷ് വയ്ക്കാം. നമ്മുടെ കേക്കൊക്കെ തണക്കട്ടെ. അപ്പൊ അതിനുവേണ്ടി നമുക്ക് ഇതിന്റെ മുകളിൽ ഇത് നമുക്ക് ഗണാഷ് ഒഴിക്കണം. ആ ഗണാഷ് വയ്ക്കാനായിട്ട് ഞാനിവിടെ കുറച്ച് ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട്, വൈറ്റ് ചോക്ലേറ്റ്. ഇത് നമുക്ക് ചെറിയ ചെറിയ പീസിലായിട്ട് അരിഞ്ഞെടുക്കാം. അപ്പോൾ ഇങ്ങനെ നമുക്ക് കംപ്ലീറ്റ് ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ചോക്ലേറ്റ് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ഈ ക്രീം ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. ആ ക്രീം നമ്മുടെ ഈ ഗ്യാസിൻ്റെ ടോപ്പിൽ ചേർത്ത് പിടിക്കരുത്. ടോപ്പിൽ പിടിച്ചിട്ട് നമുക്കൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ക്രീം നല്ല രീതിയിൽ തന്നെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വൈറ്റ് ചോക്ലേറ്റ് എടുത്തില്ലേ, അത് നമുക്ക് ഇട്ട് കൊടുക്കാം. അത് ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. അങ്ങനെ നമ്മുടെ വൈറ്റ് ചോക്ലേറ്റ് എന്തൊക്കെ ഇട്ടിട്ടുണ്ട്. അതുപോലെ നമ്മൾ ഇത് മേളിൽ വെച്ച് തന്നെ നമുക്കൊന്ന് മെൽറ്റ് ചെയ്തിടണം. അപ്പോൾ നമ്മുടെ ഈ വൈറ്റ് ചോക്ലേറ്റ് നല്ല ഇത് തന്നെ മെൽറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു റെഡ് കളർ ഇറക്കാനാണ്. ആ റെഡ് കളർ ചേർത്തിട്ട് നമുക്ക് കേക്ക് മട്ടൺ ഒഴിക്കാം. ആ ഫ്രണ്ട്സ്, നമ്മൾ ഇതിലേക്ക് ഈ ഗണാശയിലേക്ക് നമ്മൾ ഈ റെഡ് കളറാണ് ചേർക്കാൻ പോണേ. ഷെഫ് മാസ്റ്ററിന്റെ റെഡ് കളറാണ് കേട്ടോ. ആദ്യം നമുക്കൊരു ഡ്രോപ്പാണ് ചേർക്കാം. ഇത് ഞെക്കിയിട്ട് ചാടുള്ളല്ലേ. ആ 2 ഡ്രോപ്പ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ സാധനം നമുക്ക് ആ കേക്കിൻ്റെ മുകളിലേക്കാണ് ഒഴിച്ചിട്ടുണ്ടല്ലോ.
നമ്മൾ കളറ് കുറച്ചുകൂടി ആഡ് ചെയ്ത് കൊടുക്കും, നല്ലൊരു പൊലിമായിട്ട് കൊടുക്കും. ഇനി നമുക്ക് ഇതിനെ കേക്കിൻ്റെ മുകളിലേക്കാണ് ഒഴിക്കാം. അപ്പോൾ നമ്മൾ ഈ കേക്കിലേക്ക് നമ്മൾ ഈ റെഡിയാക്കി വെച്ചേക്കണ നമ്മുടെ ഗണാശ ഉണ്ടല്ലോ, അതാണ് ഒഴിച്ചു കൊടുക്കുക. ഈ സാധനം ഒഴിക്കുമ്പോൾ അതിൻ്റെ സെറ്റപ്പ് ഇരിക്കണം. ആഹാ, എന്താ സെറ്റപ്പ് നോക്കിയേ, ഇതാണ് ഒഴുകി ചാടണം. ആ ഉള്ളൊക്കെ വരെ മനസ്സിലായി. എന്തായാലും ഒഴിച്ചല്ല സൈഡ്സ് കംപ്ലീറ്റ് ആക്കി മനസ്സിലായി. ആർക്കും ഒന്നും അറിയില്ലാത്തൊരാൾക്കും അതെ അതെ, ഇത് നമ്മളൊരു ചലഞ്ചാക്കി ഏറ്റെടുത്താണ്. പക്ഷെ നമുക്ക് ഇത് അറിയാമായിരുന്നു, അത് വേറെ വിഷയം. വെറുതെ ആട്ടാ, വെറുതെ. അപ്പൊ അതെങ്ങനെയാണ് ഒഴിച്ചാണ് കൊടുത്തിട്ടുണ്ട്. ഫുള്ളായിട്ട് ഒഴിച്ചിട്ടോ, സൈഡൊക്കെ കംപ്ലീറ്റ് ഇവിടെയൊക്കെ ഞാൻ ചോദിച്ചോളാം. എത്ര എനിക്ക് ഉണ്ടാക്കാറിയാമെങ്കിൽ എനിക്ക് മൊത്തം ഉണ്ടാക്കാറ്. ഈ സൈഡിലൊക്കെ നമുക്ക് അത് ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഒഴുകി പോയതൊക്കെ ആ ബേസ്മേന്ന് വാരിക്കോരി ഒഴുക്കി. ഈച്ച ശല്യം. ബേസ് ക്ലിയർ ചെയ്തത് ഞാനാണ് കേട്ടോ. അത് ആദ്യം ബേസ് ക്ലിയർ ചെയ്തു, അത് ഞാനല്ലായിരുന്നു, അത് ജിബിനാണ് ചെയ്തത്. ഇനി നമുക്കിത് ഇങ്ങനെ ക്ലിയർ ചെയ്തിട്ട് ഈ ബാക്കി വരുന്ന ഈ നിങ്ങളുടെ മിണ്ടാണ്ടിരിക്കുക, ഞാൻ ഒഴിച്ചോളത്. നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ആവാത്ത ഭാഗം ഉണ്ടല്ലോ, അവിടെ അങ്ങോട്ട് ക്ലിയർ ചെയ്ത് ഒഴിച്ചു കൊടുക്കണം. മതി മതി. സൈഡ്സിൽ ഇവിടെ 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 നന്നായുള്ള അഹങ്കാരത്തിൻ്റെ തികഞ്ഞില്ല. ഇതൊക്കെ കറക്റ്റാണ്, ഇത് കറക്റ്റ് ഒഴുകി ഒലിച്ച് കറക്റ്റായിട്ട് വരും. അപ്പോൾ നമുക്ക് ഈ ഗണാശയൊക്കെ ഒഴിച്ച് കേക്ക് നല്ല സെറ്റപ്പ് ആയിട്ടുണ്ട്. ജിബിന പറഞ്ഞതിലൊന്നുമല്ല, ഇത് കറക്റ്റായിരുന്നു, കറക്റ്റ് ഗണാശയായിരുന്നു, നമ്മുടെ അളവ് കറക്റ്റായിരുന്നു. അപ്പോൾ നമുക്കിത് നേരെ ഫ്രിഡ്ജിൽ കയറ്റി വയ്ക്കാം. ഒന്ന് സെറ്റ് ആയ ശേഷം നമുക്ക് ഇതൊന്ന് ക്ലിയർ ചെയ്യാം. ക്ലിയർ ചെയ്തിട്ട് നമുക്ക് ഡിസൈൻ ചെയ്യാം. ഇതിന് സെറ്റ് ആകുമ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് എടുക്കുമ്പോൾ കാണാൻ എന്തോരോ കൊഴുകി ഒലിച്ച് പോയിട്ടുണ്ട്. ഈ കോട്ട വെച്ചിട്ട് ഇതിന്റെ സൈഡ് കൂടി ഒന്ന് ക്ലിയർ ചെയ്തിട്ട് എടുത്തിട്ടുണ്ടോ. അപ്പോഴാണ് നമ്മുടെ കേക്കിന്റെ ഭംഗി, ആ ബേസിലാണ് ഇരിക്കണ കാണുമ്പോൾ ഭംഗി വരുന്നത്. അപ്പോഴാണ് ഇനി നമുക്ക് ഇതിന്റെ മുകളിലേക്ക് ഡിസൈൻ ചെയ്യാം. ഇപ്പൊ നമ്മൾ അടുത്തായിട്ട് നമ്മൾ ഐസിങ് ബാഗ് എടുത്തിട്ട് അതില് നോസിൽ കൊടുക്കാം. ഏത് നോസിലെടുത്തത്? നോസില് ഒരു N8 നോസിലുണ്ടോ, നോസിലിന്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഏത് ഡിസൈനാന്ന് കൊടുത്തത് മാത്രം N8 സ്റ്റാറാ, എന്ത് സ്റ്റാറായാലും. ഇപ്പൊ നമുക്ക് ഈ അതിലേക്ക് ക്രീം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഭയങ്കര ലൂസാണല്ലോ ക്രീം. മസാല പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമ്മൾ ആ കേക്കിലേക്ക് ചെയ്യാനുള്ള ക്രീം ഇടുന്നുണ്ട്. ഇതെന്ത് ചെയ്യാനാണ്? ഈ ക്രീം നമുക്ക് സൈഡിലിന്റെ ബോർഡർ വരുന്നത്, ചില്ലറ ബോർഡർ അല്ല ഇത്. ഇത് വെച്ച് എന്ത് ഡിസൈനാണെന്നറിയോ? ഡിസൈൻ ഒക്കെ വരും, ഇതൊക്കെ വരച്ച് കഴിയുമ്പോൾ നല്ല അടിപൊളി ഡിസൈൻ തന്നെ വരും. അപ്പോൾ നമുക്ക് ഇതിന്റെ ഡിസൈൻ ഇട്ട് കൊടുക്കാം. അടുപ്പിച്ച് കുത്ത്. ഒക്കെ ഞാൻ കുത്തിക്കോളാം. ഞാൻ ഭംഗി കൂടാൻ വേണ്ടി പറഞ്ഞതാ. ഇത് നമ്മുടെ എല്ലാ സെറ്റപ്പിൽ ഡിസൈൻ ഇട്ട് കൊടുക്കാം. ഇപ്പം നിങ്ങൾക്ക് ഇത് അറിയാവുന്ന രീതിയിൽ വേറെ വേറെ ഡിസൈൻസ് പരീക്ഷിക്കാം കേട്ടോ. ഇപ്പം നമുക്കറിയാവുന്ന രീതിയിലുള്ള ഡിസൈനാണ് ഇത് ഇടുന്നത്. നമുക്കറിയാവുന്ന രീതിയിൽ ഏത് നോസിലാന്നും കൂടി അറിയില്ലായിരുന്നു. നോസിൽ ഞാൻ പറഞ്ഞല്ലോ N8. ആ ചുമ്മാ സെലക്ട് ചെയ്തെടുത്തല്ലേ. ആ ലീഫിന്റെ ഫ്ലവറിന്റെ ഒക്കെ നോസിലെടുക്കാൻ പാടില്ലായിരുന്നു. ഉണ്ടോ?
ഇങ്ങനെ നമ്മുടെ ബോർഡർ ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഇവിടെ ഷുഗർ ബോൾസിനെ കുറച്ച് ദാരിദ്ര്യമായി പോയി. അപ്പൊ നമുക്ക് ആകെ ഇത്രയും ഷുഗർ ബോൾസ് ഉള്ളൂ. അപ്പൊ സിൽവർ ഉണ്ട്, സിൽവർ ഗോൾഡൻ ഇടാം. അപ്പൊ ആകെ ഇത്ര ഉള്ളൂ കേട്ടോ. ഇതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ ഇതാണ് നമ്മള്. തീർന്നോ? സംഭവം തീർന്നു. ഇനി നമുക്കൊരു പണിയാ, സിൽവർ ഇട്ട് കൊടുക്കാം. നമുക്ക് ബാക്കി കുറച്ച് സൈഡിൽ നിന്ന് സിൽവർ ഇട്ട് കൊടുക്കാം. സിൽവർ ഷുഗർ ബോൾസ് ഇട്ട് കൊടുക്കാം. മലയാളത്തിലല്ലേ ഞാൻ ആദ്യം പറഞ്ഞത് ഗോൾഡൻ ഇട്ട് കൊടുത്താൽ മതി, അല്ല സിൽവർ ഇട്ട് കൊടുത്താൽ മതി. ഷുഗറുടെ ആടുന്നതിൻ്റെ കുറച്ചുകൂടി ഭംഗിയെന്ന് എനിക്ക് തോന്നണം. സാധനമില്ല, ഇപ്പോൾ ലോക്ക്ഡൗൺ ആയതുകൊണ്ട് കടയിലൊന്നും വാങ്ങിക്കാനും കിട്ടില്ല, കടയില്ല. അപ്പോൾ നമുക്ക് ഭംഗിക്ക് വേണ്ടി ഒരു രണ്ട് കുടയാണ് വെച്ച് കൊടുക്കാം. ഇത് വെച്ച് കൊടുക്കാം. ഒരു കുട പുറത്ത് വെച്ച് കൊടുക്കാം. ഇച്ചിരി കൂടെ കുത്തിയിറക്കി കൂടെ. ഇപ്പൊ എന്താ സെറ്റപ്പ് നോക്കി. ഇത്രേ ഉള്ളൂ കേക്കിന്റെ പണി, ഇത്രേ ഉള്ളൂ. അപ്പൊ ഫ്രണ്ട്സ്, നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. സത്യം പറഞ്ഞത് എനിക്ക് കുന്തു വരാൻ വേണ്ട കേട്ടോ. ഇതിപ്പോ നമുക്ക് ഒരു കണ്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു, കണ്ട് കാഴ്ചയിലെ എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. ആ ഒരു എക്സ്പീരിയൻസ് വെച്ചാണ് നമ്മൾ ഉണ്ടാക്കിയത്. അപ്പൊ എന്താ മൊഞ്ച് നോക്കി കേക്കിന്റെ. ഓവർ ഡിസൈൻ ഒന്നും ഇല്ലെങ്കിലും ഞാൻ ഒരുപാട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കിത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇപ്പൊ നമുക്ക് എല്ലാവരും നോമ്പാണ്. നോമ്പ് കഴിഞ്ഞിട്ട്, നോമ്പ് തുറന്നു കഴിഞ്ഞിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നമുക്ക് നോമ്പൊക്കെ തുറന്നു. ഇപ്പൊ രാത്രി 9-9:30 അപ്പൊ നമുക്കിത് കട്ട് ചെയ്യാം. കേക്ക് നല്ല തണുത്ത്, നല്ല ഫ്രിഡ്ജിൽ കയറ്റി നല്ല സൂപ്പറായിട്ട് തണുത്ത കേക്ക് ഉണ്ടാവും. ഇത് കട്ട് ചെയ്യണം കേട്ടാ. ഇവിടെ എന്ത് സുഖമായിട്ട് ഇറങ്ങി പോണ നോക്കി. കേക്ക് അങ്ങനെ റെഡി ആയിക്കാണ്. ഇത് നമുക്കൊന്ന് കഴിച്ചു നോക്കാം. പിന്നെ സ്വന്തം ഉണ്ടാക്കിയിട്ട് സംഭവം കിട്ടുവാണ്. ഞാൻ സ്വന്തം ഉണ്ടാക്കിയിട്ട് പൊങ്ങച്ച പറഞ്ഞല്ലോ, അടിപൊളിയാ. ഞാനും കൂടി കഴിച്ചു നോക്കട്ടെ. നീ പിന്നെ കഴിച്ചേ. അപ്പൊ ജിബിന എപ്പോഴും പറയാനുള്ള പോലെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എല്ലാവരും തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞില്ല. ഷെയർ ചെയ്തിട്ട് പ്രത്യേകിച്ച് ആൾക്കാരൊന്നുമില്ല. അപ്പൊ തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പൊ നമ്മുടെ അടുത്ത വീഡിയോയിൽ ഇൻഷാ അല്ലാഹ് മറ്റു റെസിപ്പിയുമായിട്ട് കാണാം. അതുവരേക്കും ബൈ.